ذلك فضل الله يؤتيه من يشاء والله ذو الفضل العظيم. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം അല്ലാഹു ഈ ഉമ്മത്തിനോട് ചെയ്ത കാരുണ്യമാണ് ഓരോ കാലഘട്ടത്തിലും ഇൽമിന്റെയും ദിക്റിന്റെയും ദഅവത്തിന്റെയും നായകന്മാരെ തയ്യാറാക്കി കർമ്മരംഗത്തിറക്കി എന്നുള്ളത്. അതിൽ 4 മദ്ഹബിന്റെ ഇമാമുകളുമായി ബന്ധപ്പെട്ട കാര്യം പറഞ്ഞുകൊണ്ടാണ് കഴിഞ്ഞ മജ്‌ലിസ് അവസാനിച്ചത്. നമ്മുടെ ജീവിതവുമായി ബന്ധമുള്ള ഒരു വിഷയമായതുകൊണ്ട് അതിനെക്കുറിച്ച് വിശദീകരിക്കൽ ആവശ്യമാണെന്ന് പിന്നീട് എനിക്ക് തോന്നലുണ്ടായി. കാരണം ഈ 4 മദ്ഹബിന്റെ മഹാന്മാരെക്കുറിച്ച് ഇന്ന് അറിവ് കുറവായതിനാൽ പലർക്കും അതിന്റെ മഹത്വവും പ്രാധാന്യവും മനസ്സിലാകുന്നില്ല. എങ്ങനെയെങ്കിലും ജീവിച്ചാൽ പോലെ എന്തിനാണ് മദ്ഹബ് എന്നെല്ലാമുള്ള ചോദ്യം സാധാരണക്കാർക്കിടയിൽ പോലും ഉയർന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും മനസ്സിലാക്കുക, പടച്ചവന്റെ വലിയൊരു ക്രമീകരണമാണ് ഓരോ കാലഘട്ടത്തിലും ദഅവത്തും തസ്കിയത്തും ഇൽമുമുള്ള നായകന്മാരെ തയ്യാറാക്കുക എന്നുള്ളത്. അതുപോലെ പടച്ചവന്റെ വലിയ ഒരു അനുഗ്രഹമാണ് അള്ളാഹു ഓരോ കാലഘട്ടത്തിലുമുള്ള മഹത്തുക്കൾക്ക് അതാത് കാലത്തെ ആവശ്യമായ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കുകയും അവർ അതുമായി ബന്ധപ്പെടുകയും ചെയ്യുമായിരുന്നു. അല്ലാതെ ആരും ഏതെങ്കിലും നന്മയിലേക്ക് എടുത്തു ചാടുന്നതല്ല. വളരെ മനസ്സിലാക്കണം. ഒന്ന്, പടച്ചവൻ അവരുടെ മനസ്സിൽ തോന്നലിട്ട് കൊടുക്കും. 2, അവർ കാര്യമായി അള്ളാഹുവിനോട് ദുആയിരക്കുകയും ഖൈറിനെ തേടുകയും അർഹരായ ആളുകളുമായി കൂടിയാലോചനയും ചർച്ചകളും നടത്തുകയും ചെയ്യും. അതിന്റെ അടിസ്ഥാനത്തിൽ അല്ലാഹു തആല അവർക്ക് ഓരോ കാലഘട്ടത്തിനും ആവശ്യമായ വഴി തുറന്നു കൊടുക്കും. മഹാന്മാരായ സ്വഹാബാക്കളുടെ കാലഘട്ടത്തിൽ, അതിനുശേഷമുള്ള അതിനോടടുത്ത കാലഘട്ടത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനങ്ങൾ കണ്ടതിനാൽ, സ്വഹാബാക്കളെ ജനങ്ങൾ കണ്ടതിനാൽ അവരുടെ നമസ്കാര കാര്യങ്ങളും കാർമ്മിക കാര്യങ്ങളെല്ലാം ഭദ്രവും സുരക്ഷിതവുമായിരുന്നു. കാരണം ഓരോരുത്തരും സഹാബാക്കളിൽ നിന്നും പഠിക്കുന്നു. സഹാബാക്കൾ നിബിധങ്ങൾ നമസ്കരിക്കുന്നത് കണ്ട് പഠിക്കുന്നു. എന്നാൽ അതിനുശേഷമുള്ള കാലഘട്ടത്തിൽ ഇതിനെ ക്രോഡീകരിക്കൽ നിർബന്ധമായി വന്നു. ഒരു ഭാഗത്ത് ഇസ്ലാമിക സാമ്രാജ്യം വളരെ വിസ്തൃതമായി. അതുകൊണ്ട് കർമ്മപരമായ കാര്യങ്ങൾ, വിശ്വാസത്തിൽ എല്ലാവരും അൽഹംദുലില്ലാഹ് ഉറച്ചു നിൽക്കുകയാണ്. പക്ഷേ കാർമ്മിക കാര്യങ്ങൾ ക്രോഡീകരിക്കേണ്ട ആവശ്യം വന്നു. എങ്ങനെ നിസ്കരിക്കണം, എങ്ങനെ നോമ്പ് പിടിക്കണം, സക്കാത്തിന്റെ നിയമങ്ങൾ, ഹജ്ജിന്റെ രീതികൾ, നിയമങ്ങൾ, വിവാഹമോചനത്തിന്റെ, അതുപോലെ പരസ്പരം പ്രശ്നങ്ങളുടെ, പോരാട്ടങ്ങളുടെ നിയമങ്ങളെല്ലാം ക്രോഡീകരിക്കൽ ആവശ്യം വന്നു. ഇതിന് അല്ലാഹു തആല തെരഞ്ഞെടുത്ത മഹാന്മാർക്കാണ് ഫുഖഹാ എന്ന് പറയുന്നത്. ഖുർആനിലും ഹദീസിലും ആഴത്തിൽ അറിവുള്ള മഹാന്മാർ. ഇതിന്റെ 4 നായകന്മാരാണ് ഇമാമുൽ അഅ്ലം അബൂ ഹനീഫ റഹിമഹുല്ലാ, ഇമാം ഷാഫിഈ റഹിമഹുല്ലാ, ഇമാം മാലിക് റഹിമഹുല്ലാ, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാ. ഇവരുടെ കീഴിൽ പണ്ഡിതന്മാരുടെ വലിയൊരു സഭയാണ് അന്ന് മുതൽ ഇന്ന് വരെയും, ഖിയാമത്ത് നാൾ വരെയും ഈ മദ്ഹബിന്റെ കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടുകൂടി മുമ്പോട്ട് നീക്കുന്നത്. അത് മനസ്സിലാക്കാൻ നമ്മൾ ഈ മഹാന്മാരെ പറ്റി അറിയണം. പൊതുവിലൊരു ചിന്തയുണ്ട്, എനിക്ക് തോന്നലുണ്ടായി, ഞാനൊരു മദ്രസയുണ്ടാക്കി,
എനിക്ക് തോന്നലുണ്ടായി, ഞാനൊരു സംഘടനയുണ്ടാക്കി. അതുപോലെ ഇമാം അബൂ ഹനീഫയ്ക്ക് തോന്നലുണ്ടായി, അദ്ദേഹം ഹനഫി മദ്ഹബ് ഉണ്ടാക്കി. പെട്ടെന്ന് ഇമാം ഷാഫി റഹിമഹുല്ലാഹ് വിചാരിച്ചു അങ്ങനെ വിട്ടാൽ പറ്റത്തില്ലല്ലോ, ഷാഫി മദ്ഹബ് ഉണ്ടാക്കി. ഇങ്ങനെയുള്ള ഉണ്ടാക്കലല്ല, വലിയ ദിക്റും ദുആയും ഫിക്റും ആലോചനയും പഠനവും ഗവേഷണവും എല്ലാത്തിന്റെയും അടിസ്ഥാനത്തിലാണ്. അതുപോലെ പലരുടെയും ചിന്ത ഇന്നത്തെ ഈ സംഘടനകളെല്ലാം പോലെ ഈ മദ്ഹബും ഒന്ന് വലത്തോട്ടും ഒന്ന് ഇടത്തോട്ടും ഒന്ന് പടിഞ്ഞാറോട്ടും ഒന്ന് കിഴക്കോട്ടും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞാണുള്ളത്. അതുമല്ല, പരസ്പരം വലിയ ആദരവും ബന്ധവും എല്ലാമായിരുന്നു. ഈ വിഷയത്തിൽ നാം പഠിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ് കേരളത്തിൽ പൊതുവിൽ നാം എല്ലാവരും പിൻപറ്റിക്കൊണ്ടിരിക്കുന്ന മഹാനായ ഇമാമുൽ ഹുമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി. ഒരു ഭാഗത്ത് ഹിജ്റ 150 ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ലാഹ് ഈ ലോകത്തോട് വിട പറയുന്നു ശിഷ്യന്മാരെ ഏൽപ്പിച്ചുകൊണ്ട്. മറുഭാഗത്ത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി ജനിക്കുന്നു. ഇമാം ഷാഫിഈ ഇമാം മാലിക്കുമായി ബന്ധപ്പെടുന്നു. ഹനഫി മദ്ഹബിൽ ഇമാം മുഹമ്മദിന്റെ ശിഷ്യനാകുന്നു. ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഇമാം ഷാഫിയുടെ ശിഷ്യനാകുന്നു. ഈ രീതിയിൽ ഇവർ പരസ്പരം ബന്ധപ്പെട്ടാണ് ജീവിച്ചത്. ഈ വിഷയത്തിൽ ഈ ഒരു മഹാനെപ്പറ്റി ഇൻഷാ അല്ലാഹ് ഏതാനും ഭാഗങ്ങളായി പറയുന്നതാണ്. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി നാം പഠിക്കും. പല മഹാന്മാരുടെയും അത്ഭുതകരമായ ചരിത്രം പോലെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയും ചെറുപ്പത്തിൽ തന്നെ അനാഥനാവുകയുണ്ടായി. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുഗ്രഹീത കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ്. മാതാവും പിതാവും വലിയ മഹത്തുക്കളായിരുന്നു. ഹിജ്റ 150 മഹാനവറുകൾ ഫലസ്തീനിലെ ഗസ എന്ന ഇന്നും ത്യാഗവും നന്മയും നിറഞ്ഞ പ്രദേശത്ത് ജനിക്കുകയുണ്ടായി. പിതാവ് മരിച്ചുപോയി, അതുകൊണ്ട് യതീമായിരുന്നു. മഹാനവറുകൾക്ക് 2 വയസ്സുള്ളപ്പോൾ പ്രിയപ്പെട്ട മാതാവ് അവരുടെ ജന്മദേശമായ മക്കത്തുൽ മുക്കറമയിലേക്ക് പ്രിയപ്പെട്ട മകനെയും അള്ളാഹു നൽകിയ സ്വത്തിനെയും കൂട്ടി വന്നു. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പരിശുദ്ധമായ മക്ക മുക്കറമയുടെ അന്തരീക്ഷത്തിൽ, അനുഗ്രഹീതമായ അന്തരീക്ഷത്തിലാണ് വളർന്നുയരുന്നത്. ഞാൻ പറഞ്ഞു, ഓർമ്മ വേണം, എല്ലാ മഹാന്മാരും ഈ രീതിയിലാണ്. എല്ലാ മഹാന്മാരുടെയും പ്രത്യേകത പോലെ ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി വളരാൻ തുടങ്ങിയപ്പോൾ ഉമ്മായിക്ക് ചിന്ത തുടങ്ങി, അല്ലയോ സഹോദരിമാരെ, നിങ്ങൾ ഒതുങ്ങിയും മറഞ്ഞുമെല്ലാം കഴിയുന്നവരാണെങ്കിലും നന്മയുടെ അസ്ഥിവാരമാണ് നിങ്ങളെന്നറിയിൻ. ഒരു മഹാനുമില്ല അവരുടെ പിന്നിൽ ഉമ്മയോ സഹോദരിയോ ഭാര്യയോ മക്കളോ പരിശ്രമിച്ചിട്ടല്ലാതെ. ഉമ്മായിക്ക് ചിന്ത തുടങ്ങി, അള്ളാഹു എന്നെ ഏൽപ്പിച്ച ഈ അനാഥ മുത്തിനെ, ഈ അമാനത്തിനെ നല്ല നിലയിൽ വളർത്തണമല്ലോ. മറുഭാഗത്ത് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിക്കും വലിയ ആഗ്രഹമുണ്ടായി. ചെറുപ്പം മുതൽ തന്നെ എനിക്ക് ഇൽമ പഠിക്കണം, ഖുർആൻ പഠിക്കണം, ഹദീസ് പഠിക്കണം. ഉമ്മ നന്നായാൽ മക്കൾ നന്നാകും. ഉമ്മയ്ക്ക് പാട്ട് വേണം, മക്കളെ ഹാഫിളാക്കണം. പ്രകൃതിക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ആരംഭത്തിൽ തന്നെ മഹാനവറുകൾക്ക് ഖുർആൻ പഠിക്കാൻ ആഗ്രഹം വന്നു. മഹാനവറുകൾ ചെറുപ്പത്തിൽ തന്നെ പരിശുദ്ധ ഖുർആൻ ഹിഫ്ദ് ചെയ്തു. 7-ാം വയസ്സിൽ മഹാനവറുകൾ ഖുർആൻ ഹിഫ്ദ് പൂർത്തീകരിക്കുകയുണ്ടായി. ശേഷം മസ്ജിദുൽ ഹറാമിൽ പോയി
പ്രധാനപ്പെട്ട പണ്ഡിതന്മാരുടെ അരികിലിരുന്ന് ഹദീസുകൾ പഠിച്ചു, ഫിഖ്ഹും കരസ്ഥമാക്കി, വൈജ്ഞാനികമായി ബന്ധപ്പെട്ടു. തന്റെ ചെറുപ്പകാല ജീവിതം ഇൽമിന്റെ അന്തരീക്ഷത്തിലായി കഴിച്ചുകൂട്ടി. സ്കൂളിൽ പഠിക്കുന്ന മക്കളെ, മദ്രസയിൽ പഠിക്കുന്ന മക്കളെ, പടച്ചവന്റെ വലിയ അനുഗ്രഹമാണ് നിങ്ങൾക്ക് വിജ്ഞാനത്തിന്റെ തണം നൽകിയിരിക്കുന്നത്. നമുക്ക് സ്കൂളിൽ പഠിക്കുന്നവരോട് പുച്ഛമില്ല, പക്ഷേ നല്ല അറിവുകളുമായി ബന്ധപ്പെടണം. പടച്ചവനുമായിട്ട് അടുക്കുന്ന, പടപ്പുകൾക്ക് ഗുണമുള്ള അറിവുകളുമായി ബന്ധപ്പെടണം. ഇമാം അവറുകൾ കുറച്ച് വളർന്നു യാത്ര ചെയ്യാനുള്ള ഒരവസ്ഥയിലായി. അതായത് 13 വയസ്സ്. മഹാനവറുകൾ ഉമ്മായുടെ അനുവാദത്തോടെ ഒരു നീണ്ട യാത്രയ്ക്ക് തയ്യാറായി. അതാണ് അന്ന് പ്രകാശിച്ചുകൊണ്ടിരുന്ന വിജ്ഞാനത്തിന്റെ പൂവനമായ മദീന തയ്യിബയിലെ നായകത്വം വഹിച്ചിരുന്ന ഇമാം ദാരുൽ ഹിജ്റ ഇമാം മാലിക് ബിൻ അനസ് റഹിമഹുല്ലാഹ്. മഹാനവറുകളും ഒരു മദ്ഹബിന്റെ ഇമാമാണ്. അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോകാനുള്ള ആഗ്രഹം വന്നു. അങ്ങനെ മഹാനവറുകൾ 13ാമത്തെ വയസ്സിൽ മദീനത്തുർ റസൂലിലേക്ക് യാത്രയായി. ഒരു ഭാഗത്ത് തന്റെ പക്കൽ വലിയ സാമ്പത്തിക ശേഷികളോ ഒന്നുമില്ല, മറുഭാഗത്ത് വളരെ ഉയർന്ന കുടുംബമാണെങ്കിലും കൂട്ടത്തിൽ ആരുമില്ല. പക്ഷേ മഹാന്മാരായ ഉലമാക്കൾ നല്ല ശിഷ്യന്മാരെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നവരാണ്. മഹാനായ ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി, ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹിയെ സ്വീകരിച്ചു. അത്ഭുതകരമായ നിലയിൽ ഇൽമു പഠിക്കാൻ ആരംഭിച്ചു. അതിലെ ഒരു സംഭവം, മഹാനവറുകൾ അദ്ദേഹത്തിന്റെ കയ്യിൽ പേനയോ പേപ്പറോ വിജ്ഞാനത്തിന്റെ കാര്യങ്ങളൊന്നുമില്ല, എങ്കിലും എല്ലാവരും എഴുതുന്നത് കണ്ട് വിരലുകൊണ്ട് എഴുതുന്നത് പോലെ കാണിച്ചു. ഇമാം മാലിക് ചോദിച്ചു, എന്താ ഈ ചെയ്യുന്നത്? എല്ലാവരും എഴുതുന്നു, ഞാനും എഴുതുന്ന പോലെ കാണിക്കുകയാണ്, നീ അത് ഹൃദിസ്ഥമാക്കുന്നുണ്ടോ? മഹാനവറുകൾ കേട്ട മുഴുവൻ ഹദീസുകളും ഇമാം മാലിക്കിന് കേൾപ്പിച്ചു കൊടുത്തു. ഇമാം മാലിക് നെഞ്ചോട് അടച്ചുപിടിച്ചു പൊരുത്തം കൊടുക്കുകയുണ്ടായി. ഈ വിജ്ഞാന സമ്പാദനങ്ങൾക്ക് ശേഷം മഹാനവറുകൾ മക്ക മുക്കർറമയിലേക്ക് വന്നു, നാട്ടിലേക്ക് വന്നു. പക്ഷേ വീണ്ടും ഇൽമു പഠിക്കാനുള്ള വലിയ ആഗ്രഹമുണ്ടായി. ഒരിക്കലും തീരാത്ത ആഗ്രഹമാണ്. കൂടുന്തോറും കൊതി വർദ്ധിക്കുന്ന കാര്യമാണ് ഇൽമ്, ഖുർആനിന്റെ അറിവ്, ഹദീസിന്റെ അറിവ്. മഹാനവറുകൾ യമനിലേക്ക് പോയി. പിന്നീട് അവിടെ നിന്നും ഇറാഖിലേക്ക് യാത്ര തിരിച്ചു. ഇറാഖിൽ പോയി ഇമാം അബൂ ഹനീഫ റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനും ഹനഫി മദ്ഹബിലെ പ്രധാന പണ്ഡിതനുമായ ഇമാം മുഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ അരികിൽ പഠിക്കുകയും, പഠിത്തം മാത്രമല്ല അവിടെ ധാരാളം കാര്യങ്ങൾ ഗവേഷണം നടത്തുകയും വലിയ പാണ്ഡിത്യത്തിന്റെ ഉന്നതങ്ങളിൽ വിരാജിക്കുകയും ചെയ്തു. അതിനുശേഷം മഹാനവറുകൾ മക്ക മുക്കർറമയിലേക്ക് വന്നു. ഇവിടെ വന്നും വൈജ്ഞാനികമായ പ്രവർത്തനങ്ങൾ തുടരുകയുണ്ടായി. ഇതാണ് മദ്ഹബിന്റെ ഇമാമുകൾ. ഓരോരുത്തരും ഒരു മഹാനെ പറ്റിയാണ് പറയുന്നതെങ്കിലും മദ്ഹബിന്റെ മുഴുവൻ മഹാന്മാരും മദ്ഹബുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ വലിയ വലിയ മഹത്തുക്കൾ പോലും അൽഹംദുലില്ലാഹ് വിജ്ഞാനത്തിന്റെ വിഷയത്തിൽ വളരെ മുമ്പന്തിയിലാണ്. പിന്നെ അന്നുള്ളവരെ പറ്റി എന്ത് പറയാൻ? അതുകൊണ്ട് ഇവരെല്ലാം വലിയ അറിവുള്ളവരാണ്. ജീവിതം മുഴുവനും ഇൽമിന് വേണ്ടി സമർപ്പിച്ചവരാണ്. പിന്നെ എങ്ങനെ അല്ലാഹു തആല ഇവർക്ക് ഇൽമ കൊടുക്കാതിരിക്കും? ധാരാളമായ ഇൽമ കരസ്ഥമാക്കി, എന്നിട്ട് അതിൽ ഗവേഷണങ്ങൾ നടത്തി അങ്ങേയറ്റം സൂക്ഷ്മതയോടെ സമുദായത്തിന് കാര്യം പറഞ്ഞുകൊടുത്തു.
അള്ളാഹുവിന്റെ അനുഗ്രഹം ഈ മഹാത്മാക്കളുടെ മേൽ വർഷിക്കുമാറാകട്ടെ.